ആഗമനകാലത്തിലൂടെ ക്രിസ്മസിന് വേണ്ടി ഏറ്റവും അടുത്ത ഒരുക്കം നടത്തുന്നവരാണ് നമ്മളിൽ പലരും. ഈ ആഗമനകാലത്തിൽ നമ്മുടെ ചിന്തകളിലേക്ക് ഇന്നത്തെ സുവിശേഷ ഭാഗം ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിലൊക്കെ ഒത്തിരി അപമാനഭാരം പേറുന്നവരാണ്. എലിസബത്ത് അതിന് ഉത്തമ മാതൃകയായിരുന്നു. ആ അപമാനഭാരം എങ്ങനെ മാറ്റിയെന്ന് ഇന്നത്തെ സുവിശേഷം ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ ചിന്ത, മറിയം യൂദായിലെ മലമ്പ്രദേശത്തേക്കുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. പ്രിയമുള്ളവരെ, മറിയം എപ്പോഴാണോ ഗബ്രിയേൽ മാലാഖയിൽ നിന്നും ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി തിടുക്കത്തിൽ യാത്ര പുറപ്പെടുകയാണ്. വേണമെങ്കിൽ പരിശുദ്ധ മറിയത്തിന് തൻ്റെ ഭവനത്തിൽ തന്നെ ഇരിക്കാമായിരുന്നു. ദൈവത്തിൻ്റെ പുത്രന് ജന്മം നൽകുന്ന അമ്മ ആ ഗ്രാമത്തിൽ തന്നെ ഉണ്ടാകാമായിരുന്നു. പക്ഷേ എപ്പോഴാണോ തൻ്റെ ഉദരത്തിൽ ക്രിസ്തു ജനിച്ചുവെന്ന തിരിച്ചറിവുണ്ടാകുന്നത്, വചനം മാംസം ധരിച്ചെന്ന തിരിച്ചറിവിലേക്ക് വന്നു കഴിയുമ്പോൾ മറിയം പെട്ടെന്ന് തിടുക്കത്തിൽ യാത്ര പുറപ്പെടുകയാണ് എലിസബത്തിനെ കാണുവാനായിട്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞത്, നമ്മൾ ഓരോരുത്തരും മാമോദീസ സ്വീകരിച്ച നിമിഷം മുതൽ നമ്മൾ തിടുക്കത്തിൽ യാത്ര പുറപ്പെടേണ്ടവരാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ തണുത്തുറച്ച മട്ടിൽ നമ്മുടേതായ സ്വാർത്ഥതയുടെ ചട്ടക്കൂടുകളിലൊക്കെ കൂടി ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞു പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. മറിയം ഇവിടെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, തിടുക്കത്തിൽ യാത്ര പുറപ്പെടണം. എവിടേക്കാണ് ഞാൻ തിടുക്കത്തിൽ യാത്ര പുറപ്പെടേണ്ടത്? എൻ്റെ പ്രിയപ്പെട്ടവരുടെ അടുക്കിലേക്ക്, എൻ്റെ മാതാപിതാക്കളുടെ അടുക്കിലേക്ക്, എൻ്റെ വൃദ്ധരായ മാതാപിതാക്കളുടെ ഭവനങ്ങളിലേക്ക്, എൻ്റെ മക്കളുടെ ഭവനങ്ങളിലേക്ക് ഞാൻ തിടുക്കത്തിൽ യാത്ര പുറപ്പെടണം. നാളേക്ക് വേണ്ടി മാറ്റിവെക്കുവാനുള്ളതല്ല നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഈ തിടുക്കമുള്ള യാത്ര. സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തു ജനിച്ചുവെന്ന വാർത്ത കേട്ടപ്പോൾ തന്നെ ആട്ടിടയന്മാർ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു എന്നാണ് പറയുന്നത്. വീണ്ടും നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്, സഖ്യോസിനെ യേശു വിളിക്കുമ്പോൾ സിക്കോം മരത്തിൽ നിന്ന് അവൻ ചാടി ഇറങ്ങി തിടുക്കത്തിൽ പുറപ്പെട്ട് യേശുവിനോടൊപ്പം അവൻ്റെ ഭവനത്തിലേക്ക് കടന്നു പോകുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണുവാനായിട്ട്, കേൾക്കുവാനായിട്ട് നാളേക്ക് മാറ്റിവെക്കരുത്. പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ ഈ ആഗമനകാലത്തിൽ നമ്മൾ പിണങ്ങിയിരിക്കുന്നവരോട്, ശത്രുത മനോഭാവം വച്ചു പുലർത്തുന്നവരടുത്ത് തിടുക്കത്തിൽ യാത്ര പുറപ്പെടുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. രണ്ടാമത്തെ ചിന്ത അച്ഛന് പങ്കുവയ്ക്കുവാനുള്ളത് അഭിവാദന സ്വരമാണ്. ഇന്ന് നമ്മളൊക്കെയും അഭിവാദനം പറയുന്നവരാണ്. ഏറെ പ്രത്യേകിച്ച് കൊച്ചി രൂപതയിലും ആലപ്പുഴ രൂപതയിലും വരാപ്പുഴ രൂപതയിലുമൊക്കെ ഞാൻ കാണുന്നൊരു കാര്യമാണ്. കുഞ്ഞുങ്ങൾ നമ്മൾ വൈദികരെ കാണുമ്പോൾ, സന്യസ്തരെ കാണുമ്പോൾ കരവും കൂപ്പി ഓടി വരാറുണ്ട്. അവർ വന്ന് ഈശോ മിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ എന്ന് പറയും. തീർച്ചയായിട്ടും ഈ സ്തുതി എന്ന് പറഞ്ഞത് അഭിവാദന സ്വരം തന്നെയാണ്. മറിയത്തിനും എലിസബത്തും പരസ്പരം പങ്കുവെച്ച അതേ അഭിവാദന സ്വരങ്ങൾ ഇന്നും കുഞ്ഞുങ്ങളിലൂടെ, മാതാപിതാക്കളിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് കടന്നു വരാറുണ്ട്. നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ നമുക്കും ഈ ഒരു സ്തുതി കൊടുക്കുവാനായിട്ട്, അഭിവാദന സ്വരം പറയുവാനായിട്ട് നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല. രാവിലെ പ്രഭാതത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളെ ഉണർത്തുമ്പോൾ, അല്ലെങ്കിൽ ജീവിത പങ്കാളി ഉണർത്തുമ്പോൾ ഓ ഗുഡ് മോർണിംഗ് എന്നൊക്കെയല്ലേ നമ്മൾ പറയാറുള്ളത്. വേണ്ട, ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കും പരിശുദ്ധ കന്യാമറിയവും എലിസബത്ത് പുണ്യവതിയും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ നമുക്കും ഒരു സ്തുതി പറഞ്ഞുകൊണ്ട് നമുക്കും ഓരോ ദിവസവും പ്രഭാതത്തിൽ ഉണരാം. മാതാപിതാക്കൾ മക്കളെ ഉണർത്തും, മക്കളെ ഈശോ മിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. മാതാപിതാക്കളോട് കിച്ചണിലേക്ക് പോയിട്ട് മക്കൾ പറയട്ടെ, അമ്മേ ഈശോ മിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. അതുപോലെ നമ്മുടെ വീട്ടിൽ എന്തുമാത്രം മോശമായ വാക്കുകളാണ് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുള്ളത്. മക്കളുടെ പേര് വിളിച്ച് അല്ലെങ്കിൽ മറ്റു വല്ലതും വിളിച്ചൊക്കെ അഭിസംബോധന ചെയ്യുമ്പോൾ ഈശോ മിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ അതിലൊത്തിരി അഭിഷേകമുണ്ട് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കട്ടെ. മൂന്നാമതായിട്ട് അച്ഛന് പറയാനുള്ളത് സന്ദർശനങ്ങൾ, ശുശ്രൂഷയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകണം. നമ്മൾ പരിശുദ്ധ കന്യകാമറിയം എലിസബത്തിന് ശുശ്രൂഷ ചെയ്തതുപോലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അവരന് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് തിടുക്കത്തിൽ യാത്ര പുറപ്പെടേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ആഗമനകാലത്തിൽ നമ്മുടെ ചിന്തകളിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു തുടങ്ങാം. അഭിസംബോധനകളിലൂടെ അഭിവാദനങ്ങൾ നമുക്ക് പറഞ്ഞു തുടങ്ങാം. സന്ദർശനങ്ങൾ നമ്മുടെ ജീവിതത്തെ ശുശ്രൂഷയിലേക്ക് നയിക്കട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതം ഈ ആഗമനകാലത്തിൽ നല്ല ഒരുക്കമുള്ളവരായി തീരുവാൻ, അപമാന ഭാരങ്ങൾ പേറി ഇരുളടഞ്ഞ മുറികളിലായിരിക്കാതെ സന്ദർശനങ്ങൾക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെടാം.